നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തം. 6000-ഓളം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പട്ടാമ്പി നഗരസഭയിൽ 77 സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിൽ 52 സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന് തുടക്കമായി. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനമാണ് ആരംഭിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയപരിധി പൂർത്തിയായതോടെ പാലക്കാട് ജില്ലയിൽ മത്സരരംഗത്തുള്ളത് 6599 മത്സരാർത്ഥികളാണ്. 3201 പുരുഷന്മാരും 3398 സ്ത്രീകളും മത്സരരംഗത്തുണ്ട്. 13 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 ഗ്രാമപഞ്ചായത്തുകൾ, 7 നഗരസഭകൾ എന്നിവിടങ്ങളിലായി ജില്ലയിൽ നിലവിൽ 2116 വാർഡുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. 88 പഞ്ചായത്തുകളായി 1636 വാർഡുകളാണ് ഉള്ളത്. 5178 സ്ഥാനാർത്ഥികളാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നത്. ഇതിൽ 2676 സ്ത്രീ സ്ഥാനാർത്ഥികളും 2502 പുരുഷ സ്ഥാനാർത്ഥികളുമാണ്. പട്ടാമ്പി നഗരസഭയിലെ 29 ഡിവിഷനിലേക്ക് 77 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 43 സ്ത്രീ സ്ഥാനാർത്ഥികളും 34 പുരുഷ സ്ഥാനാർത്ഥികളുമാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 52 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 30 പുരുഷ സ്ഥാനാർത്ഥികളും 27 സ്ത്രീ സ്ഥാനാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു. തൃത്താല ബ്ലോക്കിലേക്ക് 51 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. 24 സ്ത്രീ സ്ഥാനാർത്ഥികളും 27 പുരുഷ സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനത്തിന് തുടക്കമായി. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനമാണ് ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് പട്ടാമ്പിയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പരിശീലന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത്. പട്ടാമ്പി നഗരസഭാതല പരിശീലനമാണ് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്നത്. പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. വിദഗ്ധ പരിശീലനം ലഭിച്ച പരിശീലകരാണ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസുകൾ എടുക്കുന്നത്. പോളിംഗ് ബൂത്തിലെ ക്രമീകരണങ്ങൾ, മറ്റു നടപടികൾ എന്നിവയെല്ലാം ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചുള്ള പ്രായോഗിക പരിശീലനവും ക്ലാസ്സിൽ നൽകും. പോളിംഗ് പ്രൊസീജിയറിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡെപ്യൂട്ടേഷൻ ഉദ്യോഗസ്ഥന്മാരായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായുള്ള ട്രെയിനിങ്ങിൽ നിങ്ങൾ നിർബന്ധമായും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇവിടെ ഫൈസൽ സാർ പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ തലേ ദിവസം പോളിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചേരുന്നു. പോളിംഗ് ഓഫീസർ അവിടെയുള്ള മറ്റുള്ള നമ്മുടെ ആ ബൂത്തിലേക്ക് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ പരിചയപ്പെട്ട് 4 പേരും കൂടി നമ്മൾ ആ സാധന സാമഗ്രികൾ ശേഖരിക്കുന്നു. പോളിംഗ് ഓഫീസർ ഇവിടെ എല്ലാവരും തന്നെ മുഴുവൻ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ട്രെയിനിങ് നടത്തുന്നതിനോട്. അപ്പോൾ അവിടെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നിയോഗിച്ചിട്ടുള്ള ആ വാർഡിലേക്കുള്ള മെഷീനാണോ അതിന് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിന്റെ അഡ്രസ് ടാഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊപ്പം പഞ്ചായത്തിൽ 63 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. LDF-നും UDF-നും NDA-യ്ക്കും പുറമെ SDPI സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഇരു മുന്നണികളുടെയും പാർട്ടി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത്. 17 വാർഡുകളിൽ NDA സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 4 ഇടങ്ങളിൽ SDPI-ക്കും സ്ഥാനാർത്ഥികളുണ്ട്. 11 വാർഡുകളിൽ അപരന്മാർ സ്ഥാനാർത്ഥികളായുണ്ട്. നിലവിൽ ഭരണസമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM-ലെ T ഉണ്ണികൃഷ്ണനും മുസ്ലിം ലീഗിലെ MC അസീസും വീണ്ടും മത്സരരംഗത്തുണ്ട്. LDF-ലെ നിലവിൽ മെമ്പർമാരായിരുന്ന S മിനി, S ഇബ്രാഹിംകുട്ടി, വത്സല, മുൻ പഞ്ചായത്ത് അംഗം വനജ കൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കുന്നുണ്ട്. UDF-ലെ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ കല്ലിങ്ങൽ മുസ്തഫ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഗീതാ മണികണ്ഠൻ എന്നിവരും UDF-ന് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ട്. NDA-യിലെ നിലവിലെ BJP അംഗമായ AP അഭിലാഷ് വീണ്ടും മത്സരരംഗത്തുണ്ട്. 3 വാർഡുകളിൽ LDF-ഉം UDF-ഉം നേരിട്ടുള്ള മത്സരമാണ്.
വിളയൂർ പഞ്ചായത്തിൽ 45 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 8 വാർഡുകളിൽ LDFും UDFും നേരിട്ടുള്ള മത്സരമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വിളയൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. 17 വാർഡുകളിലേക്കായി 45 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 17 വാർഡുകളിലും LDFിന്റെയും UDFിന്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. NDA 3-ലും വെൽഫെയർ പാർട്ടിയും SDPയും ഓരോ വാർഡുകളിലും മത്സരരംഗത്തുണ്ട്. വാർഡ് 10-ലും 15-ലും 4 വീതം മത്സരാർത്ഥികളാണ് രംഗത്തുള്ളത്. 7 വാർഡുകളിൽ ത്രികോണ മത്സരമാണ്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് CPMലെ MK ബേബി ഗിരിജയും വൈസ് പ്രസിഡന്റ് KP നൌഫലും വീണ്ടും ജനവിധി തേടുന്നുണ്ട്. LDFിൽ നിലവിൽ മെമ്പർമാരിൽ ഇവർ മാത്രമാണ് മത്സരരംഗത്തുള്ളത്. അതേസമയം UDFിലെ നിലവിലെ മെമ്പർമാരായ നീലടി സുധാകരനും ചൈതന്യ സുധീർ, മുബഷീറ സാബിർ, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ഹുസൈൻ കണ്ടേങ്കാവ്, സക്കീന ഹുസൈൻ എന്നിവരും മത്സരരംഗത്തുണ്ട്. ബാക്കിയുള്ളവർ പുതുമുഖങ്ങളാണ്. 8 വാർഡുകളിൽ LDFും UDFും നേരിട്ടുള്ള മത്സരമാണ്. സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ വാർഡുകളിൽ സജീവമായി കഴിഞ്ഞു. തളി പീലാക്കാട് ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. നവംബർ 22 ശനിയാഴ്ച രാത്രി 7 മണിക്ക് കാൽനാട്ടിൽ ചടങ്ങ് നടത്തി. തുടർന്ന് ചാക്യാർ കൂത്തും ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ 10:30 വിളക്ക് പൂജ, 11 മുതൽ അന്നദാനവും നടന്നു. ശേഷം അയ്യപ്പസ്വാമിയെ കുടിവെപ്പ്. കുട്ടംചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. 5:30 രാമൻകുളങ്ങര അയ്യപ്പൻ കാവിൽ നിന്നും മേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. തുടർന്ന് ദീപാരാധന, പഞ്ചാരി മേളം, 8:30 അന്നദാനവും ഉണ്ടായി. ആറങ്ങോട്ടുകര ശിവൻ നയിച്ച പിലാക്കാട് ദേശത്തെ കലാകാരന്മാരുടെ പഞ്ചാരി മേളവും ശ്രദ്ധേയമായി. 10 മണിക്ക് പന്തൽപ്പാട്ട്, പുലർച്ചെ 12-ന് പന്തൽപ്പാട്ട് ജനനം, 3-ന് തിരിയൊഴിച്ചിൽ, 4:30 വെട്ടും തട. ശേഷം ഗുരുതി ദർപ്പണത്തോടെ വിളക്കാഘോഷത്തിന് സമാപനമായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാളിനോടനുബന്ധിച്ച് ഗ്രാമത്തിലെ വലിയ പെരുന്നാളിന് കുന്തൻ കമ്മിറ്റി മേലെ ഭാഗത്തിന്റെ ആഘോഷങ്ങൾക്ക് 3.5 പതിറ്റാണ്ടിന്റെ തിളക്കം. പെരുന്നാളിന്റെ ഭാഗമായി കമ്മിറ്റി ഓഫീസിനു മുന്നിൽ വൈദ്യുതി ദീപാലങ്കാരവും പന്തലും ഒരുക്കി. സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ നിർവഹിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടന്ന പെരുന്നാൾ ആഘോഷങ്ങളിൽ ന്യൂ സംഗീത തിരൂർ ബാൻഡ് വാദ്യത്തിന്റെ താളവും പെരിങ്ങോട് പഞ്ചവാദ്യത്തിന്റെ നാദവും ഗജവീരൻ അക്കരമേൽ ശേഖരന്റെ നെറ്റിപ്പട്ടത്തിന്റെ തിളക്കവും ശ്രദ്ധേയമായി. മുൻവർഷങ്ങളിൽ കുന്തൻ കമ്മിറ്റി പള്ളിക്ക് വലിയ പള്ളിമണിയും 70ഓളം മഞ്ഞക്കുടകളും വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട്. ആഘോഷങ്ങൾക്ക് പെരുന്നാൾ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.